ഒരു കുട്ടി എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ ഞാൻ ആ കുട്ടീനെ പഠിപ്പിക്കാനല്ല ഞാൻ നോക്കുന്നത്, ഞാൻ ആ കുട്ടിയെ ഞാൻ പഠിക്കാനാണ് നോക്കുന്നത്. ഇവനിൽ എത്രമാത്രം കഴിവുകളുണ്ട്, ഇവൻ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്, ഇവൻ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കുട്ടീനെ തിരഞ്ഞെടുത്ത് വേർതിരിച്ച് പഠിപ്പിച്ച് എടുക്കുന്നത്. എട്ട് വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് ഏറ്റവും റിസപ്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഏറ്റവും റിസപ്റ്റീവായിട്ടുള്ള പീരീഡ് കുട്ടികളുടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഓരോ കുട്ടിയും യുണീക്കാണ്. അത് ഒരു 10 പേര് മ്യൂസിക്കിനുണ്ടെങ്കിൽ 10 പേരും യുണീക്കാണ്. അവരുടെ ഗ്രാസ്പ് ചെയ്യുന്ന രീതി, അവരുടെ ശൈലി, അവരുടെ വേഗത, പഠിക്കുന്ന വേഗത, അവരുടെ പെർഫെക്ഷൻ, ഇതൊക്കെ ഡിഫറെൻ്റാണ്. കുട്ടികളുടെ ടോട്ടൽ ഗ്രോത്താണ്. അതായത് അവർക്ക് പിയാനോമേ ഇരിക്കാനുള്ള ഡിസ്പോസിഷൻ, കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ മെമ്മറി പവർ, അതുപോലെ തന്നെ ആർട്ടിക്കുലേഷൻ, അവരുടെ കണ്ണും വിരലുകളും ഒപ്പം തന്നെ കാലുകളും തമ്മിലുള്ള കോർഡിനേഷൻ, ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് കുട്ടികൾക്ക് പിയാനോ പഠനത്തിലൂടെ അല്ലെങ്കിൽ ഡ്രംസ് പഠനത്തിലൂടെ അല്ലെങ്കിൽ ഗിറ്റാർ പഠനത്തിലൂടെ വയലിൻ പഠനത്തിലൂടെ ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും.